സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളെ കുറിച്ച് ഒട്ടേറെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അക്കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാവുന്ന ഒന്നാണ് വണ്ടൂർ ചാത്തങ്ങോട്ടുപുരം സുരേന്ദ്രന്റെ അവസ്ഥ. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഇദ്ദേഹം ബൈക്കിൽ നിന്ന് വീണ് കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. അന്ന് അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ അദ്ദേഹത്തിന് കയ്യിൽ കെട്ടിവെച്ചു. ബാൻഡേജ് ഇട്ടില്ല, പകരം കൈ കെട്ടിവെക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ റെറ്റിനായിരുന്നു തകരാറ്. അവിടെ ചെറിയ ഒരു ഒടിവുണ്ടായിരുന്നു. എക്സ്റേയിലൊക്കെ അത് വ്യക്തമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ കൈ കെട്ടിവെച്ച് 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൈ അല്പം വളഞ്ഞിരിക്കുന്നതായി കണ്ടു. തുടർന്ന് കെട്ട് പൊട്ടിച്ച് വീണ്ടും കൈ പ്ലാസ്റ്റർ ഇട്ട് ദിവസങ്ങളോളം ചികിത്സയ്ക്ക് അദ്ദേഹം ചെല്ലേണ്ടി വന്നു. പിന്നീട് ഈ പ്ലാസ്റ്റർ പൊട്ടിച്ച് നോക്കുമ്പോഴും കൈ പഴയ പോലെ തന്നെ വളഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ടെത്തുന്നത്. ഗുരുതരമായ ചികിത്സാ പിഴവാണ് സംഭവിച്ചതെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. സ്കൂട്ടിൽ കടലിലേക്ക് വരുമായിരുന്നു. കടലിലേക്ക് വരുമ്പോൾ വണ്ടി മഴ പെയ്തിട്ട് വണ്ടി ചളിയിലൊന്ന് സ്ലിപ്പായി. അതിൽ ഞാൻ വീഴാൻ പോയപ്പോൾ കൈയൊന്ന് കുത്തിയതാണ്. കൈ കുത്തിയപ്പോൾ പിന്നെ കൈ എടുക്കാൻ നോക്കിയപ്പോൾ കൈ ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്താ കൈ ഇവിടുന്ന് ഇങ്ങോട്ട് കൈ കെളുപ്പന്ന് വേർത്തുപോയി. കെളുപ്പന്ന് വേറിട്ടും ചെയ്ത് ഇവിടെ ഒരു പൊട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി പിന്നെ എനിക്ക് എണീക്കാനൊന്നും കഴിയാതായപ്പോൾ വീട്ടിൽ വിളിച്ചു. വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു, അടുത്തുള്ളവരൊക്കെ വന്ന് നേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മഞ്ചേരി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയപ്പോൾ ഒരു 7-8 മണിയായപ്പോൾ ഡോക്ടർ വന്ന്. ഡോക്ടർ വന്നിട്ട് അവർ നോക്കിയിട്ട് പറഞ്ഞ് കൈ പൊട്ടുണ്ട്, കെടുപ്പെന്ന് വേറിടുകയും ചെയ്തിട്ട് പൊട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാൻഡേജ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി അടിയിൽ പൊട്ടിയിട്ടാണ്ട് ചുറ്റി കെട്ടിയിട്ട് പറഞ്ഞയച്ചു. വേദനയ്ക്കുള്ള ഗുളികയും തന്ന് മരുന്നൊക്കെ തന്നാലും പറഞ്ഞയച്ചു. എന്നിട്ട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. അടുത്ത ആഴ്ച വന്നപ്പോഴും അതേപോലെ തന്നെ കെട്ടഴിച്ചിട്ട് മാവ് എന്താ ഇട്ടിട്ട് കെട്ടിയിട്ട് അതുപോലെ 3 ആഴ്ച അതേപോലെ ചെയ്തു. അപ്പോഴൊക്കെ ഇത് എക്സ്റേ എടുക്കുന്നുണ്ട്. ഇത് കെട്ടിയിട്ട് എക്സ്റേ എടുക്കുന്നുണ്ട്, കെട്ടഴിക്കുമ്പോൾ അഴിച്ചിട്ട് എക്സ്റേ എടുക്കുന്നുണ്ട്, ഒക്കെ എല്ലാ ആഴ്ചയിലും ചെയ്യുന്നുണ്ട്. പിന്നെ അത് 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അവരെന്നോട് പറഞ്ഞ് ഇത് ശരിയായിട്ടില്ല പറഞ്ഞു. ഈ ചെയ്യുന്നവരെന്നെ പറഞ്ഞു ഇത് ശരിയായിട്ടില്ല. അതിൻ്റെ മുന്നൊക്കെ ഓക്കെ എന്ന് പറഞ്ഞയക്കും. 3 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞ് ശരിയായിട്ടില്ല, അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേർപ്പെടുത്തണം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അവരെന്ത് ചെയ്തു, 2-3 ഡോക്ടറും 2 കമ്പൗണ്ടറും എല്ലാവരും കൂടി വന്ന് എന്നോട് കിടക്കാൻ പറഞ്ഞ് തല കൂടി തിരിച്ച് കിടത്തി അവർ വലിച്ച് പൊട്ടിച്ചപ്പോഴേക്കും എൻ്റെ ബോധം പോയി. പിന്നെ എനിക്ക് ഒന്നിനും കഴിയുന്നില്ല, മിണ്ടാനും ഇതിനൊന്നും കഴിയാത്ത രൂപത്തിലായി. അങ്ങനെ അവർ വലിച്ച് പൊട്ടിച്ച് പിന്നെയാണ് പ്ലാസ്റ്റർ ഇട്ടത്. അതുവരെ അവരൊന്നും ചെയ്തില്ല. അതുവരെ ഇതുപോലെ കെട്ടി പറഞ്ഞേക്കത്. അങ്ങനെ എന്ത് ചെയ്ത് പിന്നെ അവർ തന്നെ ഡോക്ടർമാർ തന്നെ പുറത്ത് കൊണ്ടുവന്ന് കിടത്തിയത് അവർ തന്നെ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ 1 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ചെല്ലാൻ പറഞ്ഞ് ചെന്നപ്പോൾ അവർ പ്ലാസ്റ്റർ വെട്ടിയതിന് ശേഷം അവർ വീട്ടിൽ പോയിട്ട് തെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തെറാപ്പി ചെയ്യണതൊക്കെ കാണിച്ചു തന്നു. വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്യുക. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെന്നപ്പോൾ അവരെ ഇനി സർജറി ചെയ്യണം. ഇപ്പോൾ ജോലി എടുക്കാൻ ഇപ്പം ഞാൻ കുറച്ച് അതുവരെ പോരാട്ടമില്ലായിരുന്നു അവർ. അപ്പോൾ ഞാൻ റെഡിയാക്കി കൊടുത്താൽ കഴിയില്ല, നല്ല വേദനയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ വീട്ടിൽ എത്തുമ്പോഴേക്കും ഇത് വീങ്ങുകയും ചെയ്യും, വേദനിക്കുകയും ചെയ്യും. പിന്നെ വെയിറ്റ് ഉള്ളത് കൂടുതലും ഇത് ഇപ്പോൾ നമ്മൾ ബക്കറ്റ് വെള്ളമൊക്കെ എടുക്കൂലേ, അതിനൊന്നും ശരിക്കും ഇപ്പോൾ അത് കൈ ഇങ്ങനെ ആവുള്ളൂ. ഇതേപോലെ ഇങ്ങനെ ആവില്ല. ഇത്ര പിടിക്കാൻ കഴിയും, ഇങ്ങനെ ആവുള്ളൂ. പിന്നെ ശരിക്കും നമുക്ക് പുളി കഴിച്ചാൽ തല തുറക്കൂലേ, അതിന് കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ അതിന് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വയറ്റുനിന്ന് പോയാണ്ടല്ലോ കഴുകാൻ, അതിനും കൂടി ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അത്രയും ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരു മാർഗ്ഗമില്ല. ഇത് എങ്ങനെയായാലും വൈകുന്നേരം ആകുമ്പോൾ ഒരാൾ നിൽക്കുമ്പോൾ 1000 രൂപ കൊടുക്കണം. വേറെ നിവർത്തികേട് കൊണ്ടാണ്. ഇതിപ്പോൾ ഞാനും എൻ്റെ വൈഫ് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതാണ് നമ്മൾക്ക് സ്ഥലപ്പെടുത്തുന്ന പരിപാടി വെച്ചിട്ടു. ഇപ്പോൾ കഴിയില്ല. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്ക് സഞ്ചാരം അടിച്ച വേദനയാവും, കൈ വീക്കുണ്ടാവും. പിന്നെ ഞാൻ വല്ല വിക്സോ മറ്റേ ഇതൊക്കെ ഇട്ടാണ് ഇങ്ങനെ കരച്ചിട്ടങ്ങ് ഒഴിഞ്ഞ് കിടക്കും. എന്നെ പരിപാടി. ഒരു ഹോട്ടൽ നടത്തുകയാണ് ഇയാളുടെ ഉപജീവന മാർഗം. മുൻപ് പൊറോട്ടയൊക്കെ സ്വന്തമായിട്ടാണ് ഇയാൾ അടിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അയാൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതായത് കൈ വളഞ്ഞതുകൊണ്ട് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല, മറ്റൊരാളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. നേരത്തെ തന്നെ ഒരു ആശുപത്രിയിൽ
കാണിച്ചിരുന്നെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ കൈ നേരെയാക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പിന്നീട് കണ്ട ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നത്. എന്നാണെങ്കിലും സർക്കാർ ആശുപത്രിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചികിത്സയിലുണ്ടായ ഒരു പിഴവാണ് തന്റെ കൈ ഇങ്ങനെ വളഞ്ഞു പോകാനുള്ള കാരണമെന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത്. ഇതച്ച്വലി നമ്മൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. പക്ഷെ അവർ ഇക്കാര്യത്തെക്കുറിച്ച് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. പരാതികൾ ലഭിക്കുകയാണെങ്കിൽ അന്വേഷിച്ച് മറുപടി പറയാമെന്നൊരു നിലപാടാണ് പങ്കുവച്ചിട്ടുള്ളത്. അഖിലോട്ട് പറയുമ്പോൾ CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.